ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വാൽപ്പാറയിലെ ഉൾപ്രദേശമായ സിങ്കോണ എസ്റ്റേറ്റിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഷേഖുന AP ഉസ്താദ് പുനർനിർമ്മാണം വഹിച്ച് ഉദ്ഘാടനം ചെയ്ത പള്ളിയെ ലക്ഷ്യമാക്കിയിട്ടാണ്. വാൽപ്പാറയിൽ നിന്ന് സിങ്കോണ റോട്ടിലേക്ക് കടന്ന് കുളാങ്കൽ റിവറും കടന്ന് സജീവമായൊരു ടീ ഫാക്ടറിക്കരികിലൂടെയാണ് യാത്ര പോകുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന വിശാലമായ തേയിലത്തോട്ടങ്ങളും ഉൾവനങ്ങളും കടന്ന് സിങ്കോണ, കല്ലാർ തുടങ്ങിയ എസ്റ്റേറ്റുകളിലേക്കെത്തണമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കൂടി കടക്കേണ്ടതുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നീരാർ ഡാമിലേക്കും ചിന്നക്കല്ലാർ വാട്ടർഫാളിലേക്കും എത്തിപ്പെടാൻ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ തന്നെ നീരാർ ഡാമിലേക്കും ചിന്നക്കല്ലാർ ഫാൾസിലേക്കുമുള്ള വഴികൾ കാണാൻ കഴിയും. അല്പദൂരം കൂടി യാത്ര ചെയ്ത് തൊഴിലാളികൾ താമസിക്കുന്ന പാടികളും കഴിഞ്ഞാൽ 1-2 കടകൾ മാത്രം നിലനിൽക്കുന്ന സിങ്കോണ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലെത്താം. ഈ വളവ് കൂടി കഴിഞ്ഞാൽ സുന്ദരമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പള്ളി കാണാൻ സാധിക്കും. ഇവിടുത്തെ കുറഞ്ഞ ജനങ്ങൾ വളരെ ഭംഗിയായി പരിപാലിച്ചു കൊണ്ടുവരുന്ന ഉസ്താദ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത സുന്ദരമായ ഭവനം. പള്ളിയുടെ മുൻവശത്ത് തന്നെ അഷേഖ് അബൂബക്കർ അഹമ്മദ് എന്ന് മാർബിളിൽ കൊത്തിവെച്ചത് ഇന്നും കാണാൻ സാധിക്കും. ആരോഗ്യമുള്ള കാലത്ത് വളരെ കൃത്യമായി വാൽപ്പാറയിലെ ഇത്തരം ഉൾപ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കാനും മറ്റു ദീനി പ്രബോധന മേഖലകളിൽ ഉസ്താദിന്റെ കയ്യൊപ്പ് ചാർത്തുവാനും കഴിഞ്ഞത് അവിടുത്തെ അനുയായികൾക്ക് വളരെയേറെ സന്തോഷവും അതിലുപരി അഭിമാനവും നൽകുന്ന നിമിഷങ്ങളാണ്. യാത്രക്കാർക്ക് വളരെയധികം സൗകര്യമാകുന്ന രൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. നബിദിനവും മറ്റു പ്രധാന ദിവസങ്ങളിലെ പരിപാടികളും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. നിലവിൽ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭ പ്രഭാഷകരും സാദാത്യങ്ങളും വാൽപ്പാറ സിങ്കോണ ജുമാ മസ്ജിദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത എസ്റ്റേറ്റുകളിലും ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത പള്ളികൾ ഇന്നും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പോലും കുറഞ്ഞ വാഹനങ്ങൾ മാത്രം എത്തിപ്പെടുന്ന ഇത്തരം ഉൾപ്രദേശങ്ങളിൽ ഉസ്താദ് 20 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഈ ദീനി ദഅവത്ത് കൗതുകകരവും അത്ഭുതവുമാണ്. മനോഹര കാഴ്ചകൾ കണ്ട് വീണ്ടും വാൽപ്പാറയിലേക്ക്.